ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2175. ഇന്ന് ഡിസംബർ മാസം 14-ാം തീയതി, 348-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിലേക്കുള്ള ഓരോ ദിനവും അതിനിടയിൽ കടന്നു വരുന്ന ഞായർ പ്രത്യേകം ചില ഓർമ്മകളെ ധ്യാനിക്കുകയാണ്. നീതിമാനായ യൗസേപ്പിനോടുള്ള അറിയിപ്പിന്റെ ദിനമായിട്ടാണ് സഭ ഈ ഞായറിനെ ഒരുക്കുന്നത്. ദാവീദിന്റെ മകനായ യൗസേപ്പ്, നിന്റെ ഭാര്യയായ മറിയാമിനെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കണം. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം ആദ്യ അധ്യായത്തില് ദൈവത്തിന്റെ ദൂതൻ യൗസേപ്പിനോട് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദൈവിക രക്ഷാപദ്ധതിയിൽ ഒരു കന്യയായി പ്രവർത്തിക്കാനുള്ള നിയോഗം യൗസേപ്പിന് ലഭിക്കുകയാണ്. അതൊരു നിധിയാണോ, അതൊരു വിധിയാണോ? ഏത് വിധത്തിലാവും? ഓരോരുത്തരും അതിനെ കാണുന്നതും കൈകാര്യം ചെയ്യുന്നതുമൊക്കെ അതിനെ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് എത്ര ആളുകൾക്ക് കാണാൻ പറ്റും? അതോ കഷ്ടകാലത്തിനു മീതെ ദുരിതത്തിന്റെയും ദുരന്തത്തിന്റെയും പെരുമഴ പെയ്തതുപോലെ ആവുമോ ആർക്കെങ്കിലുമൊക്കെ? അതിനോടുള്ള യൗസേപ്പിന്റെ പ്രതികരണവും തുടർന്നുള്ള ദൈവിക ഇടപെടലും ജനന പെരുന്നാളിനോട് ചേർന്ന് അടുത്തടുത്ത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. യൗസേപ്പ് എന്ന വ്യക്തിയുടെ സ്വഭാവ വൈശിഷ്ട്യവും അതിലൂടെ ദൈവിക കരങ്ങളിൽ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന തന്റെ നിശ്ചയദാർഢ്യവും എക്കാലത്തും നമുക്ക് മാതൃകയായി മാറേണ്ടതുമാണ്. അതെ, ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയാമിനും യൗസേപ്പിനും അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്താണ്? മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകുമെന്ന ദൈവിക ദൂത്. ശരിക്കും ദൈവിക ദൂതാണ് ഇത്. മാനുഷികമായി ചിന്തിച്ചാൽ അതെങ്ങനെയാണ് ഇവർക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സ്വീകരിക്കാനുമൊക്കെ സാധിക്കുക? ഏറെ പ്രയാസമാണ്. എങ്കിലും അവരുടെ സമീപനം അതിനോട് എങ്ങനെയൊക്കെയായിരുന്നു. നമുക്കും കാര്യമായിട്ടൊന്ന് നമ്മുടെ ജീവിതത്തെയും ചിന്തിക്കാം. ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ ഇടപെടലിനെയൊക്കെ നമ്മൾ ഏതു വിധത്തിലാണ് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതും ശ്രമിക്കുന്നതും, കൈകാര്യം ചെയ്യുന്നതും, പ്രതികരിക്കുന്നതും, പ്രവർത്തിക്കുന്നതൊക്കെ? ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തില് ഞാനും കൂടി ഉണ്ടെന്നൊരു വിചാരം എനിക്കുണ്ടോ? എന്ന് വെച്ചാൽ ദൈവം എന്നെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ കണക്കുകൾ കൂട്ടുന്നുണ്ടെന്ന് ഒരു വിചാരമോ വിശ്വാസമോ ഉണ്ടോ? അവിടുന്ന് തുടങ്ങാം എനിക്ക് ഒരു ദൈവബന്ധം. ആമേൻ.